ഞാനിപ്പം മണാലി HRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ദോബിക്കുള്ള ബസ് പിടിച്ച്. ദോബി എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്ററോളം വരും. അപ്പം അവിടെ ചെന്നിട്ട് ചെറിയ പരിപാടികളുണ്ട്. ഇറ്റ്സ് ലൈക്ക് എൻ്റെ ഒരു വിഷ് ലിസ്റ്റിലെ ഒരു ഫസ്റ്റ് സംഭവമാണെന്ന് പറയാം. അപ്പം വെരി എക്സൈറ്റഡ്. അപ്പം എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ ചെന്നിട്ട് പറയാം. എന്തായാലും ഇവിടുന്ന് ദോബിക്കുള്ള ബസ് പിടിച്ചു. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി എന്താണ് സംഭവം എന്നൊക്കെയുള്ളത് കാണിക്കാം. പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ പാരാഗ്ലൈഡിങ് ചെയ്യാൻ പോവാണ്. യെസ്, എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. ഇവിടെ വന്നാൽ എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അങ്ങനെയാണ് ഞാൻ സോളാങ് വാലി നോക്കിയപ്പോഴത്തേനും അത്യാവശ്യം റേറ്റ് ആണ്. അതുപോലെ ചെറിയ അത്ര ഹൈറ്റിൽ കാണത്തില്ല. അതുകൊണ്ടാണ് ഇതെന്തോ ബാധയോ ഇത് ദാബയോ അതോ സോറി ദോബിയിൽ വന്ന കേട്ടോ. അപ്പോൾ ദോബിയിൽ വരുമ്പോൾ ഹയസ്റ്റ് പോയിന്റിൽ നിന്നാണ് നമ്മൾ പാരാഗ്ലൈഡിങ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വീഡിയോ സഹിതം, അതായത് ഗോപ്രോയിൽ വീഡിയോ അവിടെ എടുക്കുമല്ലോ, അത് സഹിതം 2000 രൂപയ്ക്ക് സെറ്റ് ആവുകയും ചെയ്തു. ആക്ച്വലി പറയുന്നത് കൂടുതലായിരിക്കും പറയുന്നത്, പക്ഷെ 2000-നാണ് ചെയ്യുന്നത്. 1500 ഉള്ളൂ ശരിക്കും ചാടാനായിട്ട്, ഐ മീൻ പാരാഗ്ലൈഡിങ് ചെയ്യാനായിട്ട്. പിന്നെ 500 എക്സ്ട്രാ വരുന്നത് ശരിക്കും വീഡിയോ എടുക്കാനായിട്ട്, ഗോപ്രോയിൽ എടുക്കാനായിട്ടാണ്. അപ്പം കൗണ്ടർ നമ്പർ 369. മമ്മൂട്ടിയോ ഓടെ ദോബയിൽ വന്ന് എന്തോ ദാബയോ എന്തോ കുന്തം ദോബിയിൽ വന്നിട്ട് 369 കൗണ്ടറിൽ വരിക. ഇവിടെ വരുമ്പോഴത്തെ ഫസ്റ്റ് ഞാനൊന്ന് പാരാഗ്ലൈഡ് ചെയ്യട്ടെ, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയും ഇവിടെ വരണോ വേണ്ടയോ എന്നുള്ളത്. എനിവേസ് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇവിടെ വേറെ കുറച്ച് പേരൂടെ ഉണ്ട്, അവരും ചെയ്യാനായിട്ടാണെന്ന് തോന്നുന്നു. സോ ലെറ്റ്സ് സീ. ഐ എം സോ എക്സൈറ്റഡ്. കാരണം എനിക്ക് വലിയ പ്രതീക്ഷയിലായിരുന്നു. കാരണം എന്താണെന്നോ, വന്ന മുതൽ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇത് ക്ലൈമറ്റ് കണ്ടീഷന് ഭയങ്കര ബേസ് ചെയ്തിരിക്കും. വെതർ കൊള്ളത്തില്ലെങ്കിൽ ചെയ്യിപ്പിക്കത്തില്ല. കാരണം നമുക്കും റിസ്ക് ആണ്, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ചാടുന്നുണ്ടല്ലോ അവരുടെ ആൾ, അപ്പോൾ അവർക്കും റിസ്ക് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. നാളെ തൊട്ട് ഹിമാചൽ സർക്കാർ തൽക്കാലത്തേന് ഇത് നിർത്തി വെക്കുവാണ് പാരാഗ്ലൈഡിങ്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പം ഇവിടെ വിളിച്ചപ്പോഴത്തേനും പെട്ടെന്ന് പോരെ, ഇന്ന് തന്നെ പോരെ, ഇന്ന് ലാസ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചിലപ്പം ഇപ്പം ചെയ്യാനായിരിക്കും എനിക്ക് വിധി. സോ യെസ്, അപ്പോൾ ക്ലൈമറ്റ് കൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ നിർത്തിവെക്കുന്ന, ഗവൺമെൻറ് നിർത്തിവെക്കണം. അപ്പോൾ എന്തായാലും ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഇവിടം വരെ കേട്ടോ, അതായത് മണാലി മുതൽ ഇവിടം വരെ ആയത് 45 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ്. അത്രയും ദൂരമൊന്നും ഇല്ലാന്ന് സത്യം പറഞ്ഞാൽ. 20 കിലോമീറ്ററൊക്കെ നമ്മൾ വന്നു, ഇല്ലല്ലോ 10 കിലോമീറ്റർ കഷ്ടി അത്രേ വന്നുള്ളൂ. ഒത്തിരി ഒന്നും വന്നില്ല സത്യത്തിൽ. പക്ഷെ 40 ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് സംഭവം. സോ ഐ ആം എക്സൈറ്റഡ്. ലെറ്റ്സ് സീ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാണാം. ഇത് കണ്ടോ, ഫുൾ ആപ്പിൾ തോട്ടം കൊണ്ട് ചുറ്റിയിരിക്കുകയാണ്. പാരാഗ്ലൈഡിങ്ങിന്റെ കൗണ്ടർ അവിടെയാണ്. അപ്പം 10 മിനിറ്റ് വണ്ടി വരണമല്ലോ, ജീപ്പിലെങ്ങാണ്ട് നമ്മളെ ഹൈ ഒരു പോയിന്റിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് നമുക്ക് പാരാഗ്ലൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അന്നേരത്തേനും പുറകെ നോക്കിയപ്പോൾ ഫുൾ ആപ്പിൾ തോട്ടങ്ങൾ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇവിടെ വന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ കൊണ്ട് വന്നതാണ്. നല്ല രസമുണ്ട്. ലൈക്ക് ഇത് പഴുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇത് ചുമലയാവുന്ന ആപ്പിളാണ്. ചിലതുണ്ടല്ലോ പച്ച ആപ്പിൾ, അതല്ല, ഇത് റെഡ് ആവുന്നതാണ്. ഏകദേശം ആയി വരുന്നുണ്ട്. നല്ല രസമുണ്ട്. കണ്ടോ, ചിലതൊക്കെ അത്യാവശ്യം നല്ല വലിയതും ആട്ടോ, ചിലത് കുഞ്ഞായിട്ട് വരുന്നുണ്ട്. എന്നാ ഭംഗിയാണ്. ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കും കേട്ടോ. പുറകിലിങ്ങനെ മലകൾ കാണാം. പിന്നെ ഇങ്ങനെ ആപ്പിൾ തോട്ടങ്ങൾ വേറെ ലെവൽ വൈബാണ് കേട്ടോ. ശരിക്കും മഞ്ഞുകാലത്ത് വരുന്നത് ഒരു വേറെ എഫക്റ്റ് ആണ്. ഈ ഒരു സമയത്ത് വന്നാലാണ് നമുക്കിങ്ങനെ തോട്ടങ്ങൾ, അതായത് ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ തോട്ടങ്ങൾ, പ്ലം, സബർജില്ലി, അതുപോലെ ആപ്പിൾ, അങ്ങനെ കുറേ ഫ്രൂട്ട്സ് നമുക്ക് കിട്ടും. വേറെ തന്നെ വൈബാണ്. നിങ്ങൾ മഞ്ഞുകാലത്ത് വരണം. മഞ്ഞുകാലത്ത് മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഓഫ്കോഴ്സ് നമുക്ക് രസമാണ്. പക്ഷേ ഈ ഒരു ടൈമിൽ വന്നാൽ നമുക്ക് നല്ല ഭംഗിയുള്ള ലാൻഡ്സ്കേപ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഇതുണ്ടോ, സോ നൈസ്. കൊതി തീരുന്നില്ല. ഇങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടുള്ള, നമ്മൾ കടയിൽ പോയൊക്കെ മേടിക്കുന്ന വിഷമൊക്കെ ഉള്ളതായിരിക്കും, ഫ്രഷ് ആയിട്ട് ഇങ്ങനെ പറിച്ച് ഇങ്ങനെ തിന്നുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, വീട്ടിലെ. അങ്ങനെ ഞാൻ ആദ്യം കാണിച്ച ആ 369 കൗണ്ടറിൽ ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേനും അവിടെ ഇത് വന്നില്ല, ജീപ്പ് വന്നില്ല. അതിന് പകരം ബുള്ളറ്റിലൊരു ചേട്ടൻ വന്നിട്ട് ഞങ്ങളെ വേറൊരു പോയിന്റിലേക്ക് കൊണ്ടുവന്നു. അവിടെയാണ് ഇപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നിന്നാണ് ഇനിയിപ്പം ജീപ്പിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ നമ്മളെ ജീപ്പ് കൊണ്ടുവരും. അതിൽ കയറി വേണം നമ്മൾ പാരാഗ്ലൈഡിങ്ങിൻ്റെ സ്റ്റാർട്ട് പോയിന്റിലേക്ക് ചെല്ലാനായിട്ട്, അതായത് ആ മലമുകളിൽ ചെല്ലാൻ.
ഈ വീഡിയോ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണിക്കുന്നതല്ല, ഒറിജിനൽ വീഡിയോ ആണ്. അതായത് ഈ സ്പീഡിലാണ് ഞങ്ങൾ ആ പാരാഗ്ലൈഡിങ് സ്പോട്ടിലേക്ക് പോകുന്നത്. എനിക്കറിയാൻ പാടില്ല, കിഡ്നാപ്പ് ചെയ്താൽ പോലും ഇങ്ങനെ കൊണ്ടുപോകുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അമ്മാതിരി അഡ്വഞ്ചറസ് ഒരു റൈഡായിരുന്നു, ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും പാരാഗ്ലൈഡിങ് ചെയ്യാനായിട്ട് എനിക്ക് അവസരം കിട്ടണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഈ നിമിഷങ്ങളിലൊക്കെ എൻ്റെ മനസ്സിലുള്ളായിരുന്നു. രസമായിരുന്നു സംഭവം. പാരാഗ്ലൈഡിങ് ചെയ്യാനായിട്ട് എത്തി. ഇപ്പോൾ വിൻഡിൻ്റെ ബേസിസിലാണല്ലോ നമ്മൾ ചാടുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്യാവശ്യം കുറച്ച് പേര് ഇവിടെ ഉണ്ട് ഓൾറെഡി. എൻ്റെ പൊന്നു വന്ന ആ ഒരു പാത്ത് ഒരു 2 കിലോമീറ്റേഴ്സ് ഹാർഡ്ലി ഉണ്ടായിരുന്നേ. ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ ഓഫ് റോഡ് ഇല്ല, അവൻ്റെ ഓടിയിര്. ഞാൻ വിചാരിച്ചു പാരാഗ്ലൈഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ചത്തുപോകുന്നത്, അതുപോലത്തെ ഓടിയിരായിരുന്നു. എങ്ങനെയൊക്കെ ഇവിടെ എത്തി ഭാഗ്യത്തിന്. ഐ ആം എക്സൈറ്റഡ്. ഹിമാചൽ പ്രദേശിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ട് ഫോർ പാരാഗ്ലൈഡിംഗ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സ്പോട്ടാണ് ഈ ദോബി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 8000 ഫീറ്റ് ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ഇവിടുന്ന് പാരാഗ്ലൈഡ് ചെയ്യുന്നത്. അപ്പം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് ഒക്കെ കണ്ടായിരിക്കും നമുക്ക് പാരാഗ്ലൈഡ് ചെയ്യാൻ പറ്റുന്നത്. കാരണം പാരാഗ്ലൈഡിംഗ് എന്ന് പറഞ്ഞാൽ ഫ്ലൈയിങ് ആണല്ലോ, അപ്പം മാക്സിമം ഹൈറ്റിൽ നിന്ന് ഫ്ലൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും ബെനിഫിറ്റ് ആയിരിക്കും. സോ ബാക്കി സ്പോർട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ചീപ്പുമാണ്. ജസ്റ്റ് 2000 റുപ്പീസിന് നമുക്ക് പാരാഗ്ലൈഡ് ചെയ്യാൻ പറ്റും. അതേസമയം സോളാങ് വാലി ഒക്കെ പോവുകയാണെങ്കിൽ ഇത്രയും ഹൈറ്റും കാണത്തില്ല, ചെറിയ ഹൈറ്റിൽ നിന്നായിരിക്കും പാരാഗ്ലൈഡ് ചെയ്യുന്നത്. അതും 3000 4000 ഒക്കെ റേറ്റ് മേടിക്കുകയും ചെയ്യും. സോ കമ്പാരിറ്റീവ്ലി എല്ലാം വെച്ച് നോക്കുമ്പോൾ ഹൈറ്റ് വൈസ് ആണെങ്കിലും കോസ്റ്റ് വൈസ് ആണെങ്കിലും എക്സ്പീരിയൻസ് വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ട് തന്നെയാണ് ദോബി. അപ്പം നിങ്ങൾക്ക് എല്ലാം പറ്റുവാണെങ്കിൽ ഇവിടെ തന്നെ വന്ന് ചെയ്യാൻ ശ്രമിക്കുക. ക്ലൈമറ്റ് കണ്ടീഷന് നല്ല പ്രിഫറൻസ് ഉള്ള ഒരു ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു 2-3 അവേഴ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഗ്ലൈഡ് ചെയ്യാൻ പറ്റിയത്. കാരണം വിൻഡിൻ്റെ ഡയറക്ഷനും അത് വിൻഡ് ബേസിസും ഒക്കെ ആണല്ലോ നമ്മൾ ചാടാൻ പറ്റുന്നത്. അതുകൊണ്ട് ഒരു ഈവനിങ് ടൈം ഒക്കെ ആയപ്പോഴത്തേനും പിന്നെ പെട്ടെന്ന് ആൾക്കാരെ ഗ്ലൈഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു. ഉച്ച സമയമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ചെന്നത്. അപ്പം വിൻഡ് അധികം ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ നല്ല രസമായിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവർ പറന്നു പോകുന്നത് കാണാം, പിന്നെ ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് അവിടെ ഇരിക്കാം. അങ്ങനെ ഒരു അടിപൊളിയായിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുമായിരുന്നു കുറേ നേരം. എൻ്റെ പൈലറ്റ് അത്യാവശ്യം നല്ല കിടിലിന് ഒരു ചേട്ടനായിരുന്നു കേട്ടോ. എല്ലാ പൈലറ്റ്സും അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളെ ഗ്ലൈഡ് ചെയ്യിപ്പിക്കും. നമ്മൾ പറക്കുമ്പോൾ തന്നെ അവർ നമ്മളോട് സംസാരിച്ചും നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ പോരുന്നത്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ, അതാണ് ഇതാണെന്നൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ പകുതി ആയപ്പോഴത്തേനും പുള്ളി എന്നോട് ചോദിച്ചു ടേണിങ്സ് വേണോ എന്ന് ചോദിച്ചു. അതായത് അഡ്വഞ്ചർ ടേണിങ്സ് വേണോ, കുറച്ചുകൂടെ അഡ്വഞ്ചർ വേണോ, അപ്പോൾ എക്സ്ട്രാ പൈസ ആവുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അവർ എറിഞ്ഞു നോക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ സാരമില്ല, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാനൊരു ബഡ്ജറ്റ് ട്രാവലിങ്ങിലാണ്. ആണോ, ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ അന്നേരം അങ്ങേർക്ക് അലിവ് തോന്നിയോണ്ടാണോ എന്ന് അറിയില്ല, 1 അല്ല 2 പ്രാവശ്യം എന്നെ കിടിലിനായിട്ട് ടേൺ ചെയ്തു. അമ്പോ അത് പൊളിയായിരുന്നു. അതായത് നമ്മളിങ്ങനെ ആകാശത്തിരിക്കും, നമ്മളിങ്ങനെ തലകീഴായിട്ട് ഇങ്ങനെ ഫുള്ളി ടേൺ ആയി. അപ്പം എൻ്റെ കയ്യിലെ ഗോപ്രോ ഒക്കെ ഇങ്ങനെ താഴോട്ടേക്ക് ഫുള്ളി പോവായിരുന്നു. ഭയങ്കര രസമായിരുന്നു. പക്ഷെ ഗോപ്രോ താഴെ വീണ് പോകത്തില്ല, കാരണം നമ്മളുമായിട്ട് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗോപ്രോയുടെ എൻഡ്. ഭയങ്കര രസമായിരുന്നു. എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇറങ്ങുമ്പോൾ ലാൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഗോപ്രോയിൽ നിന്ന് നമ്മളുടെ ഫോണിലേക്ക് അവർ വീഡിയോ പെൻഡ്രൈവ് വഴി നമുക്ക് കയറ്റി തരുന്നത്. അപ്പം അവർ നമ്മളോട് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് പറയും ഇതിന് 500 രൂപയാണ് എക്സ്ട്രാ പേയ്മെൻറ്റ് എന്ന് പറയും. അപ്പം നമ്മൾ അത് കേട്ട് അപ്പാടെ 500 രൂപ എടുത്ത് കൊടുക്കാൻ നിൽക്കരുത്, കാരണം നമ്മൾ ഇതിനോടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പറയണം അല്ല ചേട്ടാ ഞങ്ങൾ ആദ്യമേ ആ കൗണ്ടറിൽ ഇതിൻ്റെയും കൂടാണ് പേയ്മെൻറ്റ് ചെയ്തത്. അപ്പോൾ തന്നെ അവർ പറയാണോ ഓക്കെ എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് അവർ മാക്സിമം നോക്കും എക്സ്ട്രാ എവിടെ നിന്നൊക്കെയാണോ, അവർക്ക് 500 കിട്ടിയാൽ അത്ര ലാഭമല്ല, പക്ഷെ നമ്മളും നമ്മുടെ പൈസയും അമൂല്യമാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കെ. ആൻഡ് ഫൈനലി എൻ്റെ ഒരു വലിയ ആഗ്രഹമായ വൺ ഓഫ് മൈ ഡ്രീം എന്ന് തന്നെ പറയായിരുന്നു, പാരാഗ്ലൈഡിങ് സക്സസ്ഫുള്ളി ഞാൻ ചെയ്തിരിക്കുകയാണ്. കിടിലൻ എന്ന് പറഞ്ഞാൽ ഒരു 6 മിനിറ്റ്സ്, ഒരു 5 or 6 മിനിറ്റ്സ് ആണ് ഞാൻ സ്പെൻഡ് ചെയ്തത്. ദാറ്റ് വാസ് ലൈക്ക് എനിക്കൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു.